കൺഫ്യൂസിങ് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിരിക്കാവുന്ന 3 കൺഫ്യൂസിങ് സിനിമകൾ. സ്കൂൾ കുട്ടിയായ നായകൻ ഒരു ഭീമാകാരനായ റാബിറ്റിൽ നിന്നും അറിയുകയാണ് ലോകം അവസാനിക്കാൻ വേണ്ടി 28 ദിവസവും 6 മണിക്കൂറും 42 മിനിറ്റും 12 സെക്കൻഡ്സും മാത്രമേ ഉള്ളൂ. ഒരു ഫിക്ഷൻ മൂഡിൽ പോകുന്ന ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങളെപ്പറ്റി പറയുന്ന ഒരു സിനിമയാണ് ഡോണി ഡാർക്കോ എന്ന് പറയുന്നത്. അത്യാവശ്യം ഡ്രാമ മൂഡിൽ പോകുന്നതാണ്. അത്യാവശ്യം നല്ല ലാഗും ഉള്ളൊരു സിനിമയാണ്. എക്സ്പ്ലനേഷൻ ഇല്ലാതെ ഈ സിനിമ നമുക്കൊരിക്കലും മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ ബേസ് ചെയ്ത് പോകുന്നൊരു സിനിമയാണ്. കൺഫ്യൂസിങ് സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് കണ്ടു നോക്കാവുന്ന ഒരു സിനിമ. ഇവാൻ എന്ന നായകന് കടുത്ത തലവേദന ഉണ്ടാകുന്നു. തലവേദന കൂടി അവൻ ബ്ലാക്ക് ഔട്ടിലേക്ക് പോകുന്നു. അങ്ങനെ അവൻ പാസ്റ്റിലേക്ക് പോകുന്നു. പാസ്റ്റിൽ നടന്ന ഒരു ചെറിയൊരു സംഭവം, അതങ്ങനെ ചെറിയൊരു ഇൻസിഡൻറ്റ് എങ്ങനെ ഭാവിയെ മാറ്റിമറിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്ത് പോകുന്നൊരു സിനിമയാണ് 2004 ഇറങ്ങിയ ബട്ടർഫ്ലൈ എഫക്റ്റ്. അത്യാവശ്യം നല്ല കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. ഇങ്ങനെ കൺഫ്യൂസിങ് സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് കണ്ടു നോക്കാവുന്ന ഒരു സിനിമ. ഒരിക്കലും ഒരു സ്പൂൺ ഫീഡ് ചെയ്ത് തരാൻ പറ്റാത്ത ഒരു ടൈം ട്രാവൽ അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് കൺസെപ്റ്റുള്ളൊരു സിനിമയാണ് മൾഹോളൻഡ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി, അവൾ ഒരു സിനിമ ആക്ട്രസ് ആണ്. അവൾക്ക് കുറച്ച് ഓർമ്മകളുണ്ട്. അപ്പോൾ അവൾ ഇവളുടെ വേറൊരു പെൺകുട്ടിക്ക് നടക്കുന്ന ആക്സിഡൻറ്റിനെ പറ്റി അന്വേഷിക്കുന്നതും ഇവളുടെ ട്രൂ ഐഡൻറ്റിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവൾ നടത്തുന്ന ശ്രമങ്ങളൊക്കെയാണ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഒറ്റ ഇരിപ്പിന് കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ലാഗൊക്കെ ഉള്ളൊരു സിനിമയാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഒരുപാട് പ്രാവശ്യം കണ്ടാൽ മാത്രമേ ഈ സിനിമ മനസ്സിലാകത്തുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് കണ്ടിട്ട് എക്സ്പ്ലനേഷൻ കണ്ടിട്ടാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. കോംപ്ലിക്കേറ്റഡ് സ്ക്രിപ്റ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടു നോക്കാവുന്നൊരു സിനിമയാണ്.